അപ്പൊ തുടങ്ങാല്ലേ. ഇനി നമ്മൾ നേരെ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഒരാളെയും പറഞ്ഞു പറ്റിക്കില്ലെന്ന് തൃക്കാക്കരയിലെ വോട്ടർമാരോട് 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിടിച്ചു നിർത്തി അടിക്കാമെന്നാണ് അഖിലിന്റെ വാക്ക്. തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥി 2020 ശ്രീ അഖിൽ മാരാരെ കാണാനായിട്ട് എത്തിയതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വന്നപ്പോ കണ്ടത് ഇതുപോലെ റെഡ് ആൻഡ് റെഡ് വേഷത്തിലാണ്. സാധാരണ സ്ഥാനാർത്ഥികളുടെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇതെന്ത് പറ്റി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി? എന്നതാടാ ഇത്? മഴവില്ലോ? വിപ്ലവം വിജയിക്കട്ടെ. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്. അങ്ങനെ കൊട്ടാരക്കര മോഹിച്ച ഒടുവിൽ തൃക്കാക്കരയാണ് എത്തി നിൽക്കുന്നത്. അല്ല ഇത് മോഹമോ ചിന്തയൊന്നും അല്ല. ഇത് നമ്മളെപ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരനാവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്തായാലും ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളും കയറി നമ്മൾ ഇടപെടും. പിടിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് ഇവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. നാട്ടിലും പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും കയറി ഇടപെടും. അപ്പം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പം ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുനിന്നൊരു ചോദ്യം വരും, നീ ആരാണ്? ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. പണ്ട് ഞാൻ തമാശയ്ക്ക് പറയായിരുന്നു, നിങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടത് ബിഗ് ബോസിലാണ്. ഇതിപ്പോൾ നിങ്ങൾ വന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളെ ഏതോ ലോക്സഭയിലോ നിയമസഭയിലോ ജയിപ്പിച്ചാണ് കാണാന്നൊക്കെ ഞാൻ ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ തേങ്ങാ കൊലയാ എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് വരുമായിരുന്നു. അപ്പം നമ്മൾ നിസ്സഹായനായി മാറുകയാണ്. പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കണം. ചിലപ്പോൾ അവരെ ചെയ്തു തരും, ചിലപ്പോൾ അവർ ചെയ്യില്ല. ഇവർക്ക് വേണ്ടി, എന്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയല്ലേ പറ്റൂ. ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. കോൺഫിഡൻസ് ഉണ്ടോ തൃക്കാക്കര എന്നൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ? അത് എവിടെ മത്സരിച്ചാലും ആ ജനതയോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഇരിക്കും. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇതൊരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ്. അങ്ങനെ ഒരു സെലിബ്രിറ്റി ഫിഗർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ തോന്നുന്നത്? അല്ല, ഒരിക്കലും അല്ല. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഈ സെലിബ്രിറ്റി ഫിഗർ എന്ന് പറയുന്ന ഒരു ഫിഗറിനോട് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. കാര്യം മലയാള സിനിമയിൽ മഹാതാരമായ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ജില്ലാ സെക്രട്ടറിയോട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതേ പാർട്ടിക്കാരും ഇവിടുത്തെ ജനങ്ങളും എല്ലാം കൂടെ ഒന്നടങ്കം ആ മഹാനടനെ ആക്ഷേപിച്ചെങ്കിൽ എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ഇവിടെ സെലിബ്രിറ്റികൾക്ക് ഒരു വിലയുമില്ല എന്നും ഇവിടുത്തെ മഹാനടന്മാരെ ജനം ഇങ്ങനെയാണ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു ബോറിനെ സഹിക്കാൻ മറ്റൊരു ബോറിനെ കഴിയും. ഞാനൊക്കെ എത്രയോ കാലം കൊണ്ട് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞിട്ടാണ് നമ്മളെ ആൾക്കാർ എതിർക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ ഒരു സെലിബ്രിറ്റിയുടെ വാല്യൂ. അറിയോ എന്റെ മകളെ ഞങ്ങളുടെ ഭാര്യയാണ്. ഇന്റർ കാസ്റ്റ് മാരേജ് ആയിരുന്നു. എങ്ങനെ പരിചയം? ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? പക്ഷെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫേസ് വാല്യൂ ആണ്. അതായത് ഒരു പോപ്പുലർ ഫേസസ് ആണ് ഞാൻ. ഇപ്പം എനിക്ക് ഇറങ്ങി ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ പല ആൾക്കാരും നമ്മളെ നോക്കി കൈ കാണിക്കുന്നു, ചിരിക്കുന്നു. അത് മാത്രമാണ് ഒരു പ്ലസ്. അത് വോട്ടാവോ? ഒരിക്കലും വോട്ടാവില്ല, ഒരിക്കലും വോട്ടാവില്ല. അതല്ലല്ലോ വോട്ടാവേണ്ടത്. എന്നെ ഒരാൾക്ക് തിരിച്ചറിയാമെന്നത് വോട്ട് കൊടുക്കാൻ പാടില്ല. എന്നെ ഒന്ന് കണ്ടാൽ ഒരാൾ വോട്ട് തരാൻ പാടില്ല. ഇന്നലകളിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ, ഇവിടുത്തെ സാമാജികർ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നും ഇയാളെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയുമോ എന്ന് അവൻ ചിന്തിക്കണം. അറിയപ്പെടുന്നത് മെന്റലിസ്റ്റ് ഹാഷിർമ മെന്റലെന്നായിരിക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അവൻ ചിന്തിച്ചിട്ട് ഇന്നലകളിൽ അഖിൽ മാരാർ കൊള്ളാം, അയാൾക്ക് ഒരു വോട്ട് കൊടുത്താൽ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്ന് തൃക്കാക്കരക്കാർക്ക് തോന്നിയാൽ അവർ ചെയ്യട്ടെ. ഉറക്കത്തിന് എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ? അതമ്മ, ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു. മാരാർക്കൊരു നിലപാടുണ്ടോ എന്നൊരു ചോദ്യം. ഇപ്പം എന്താണ് നിലപാടിനെ കുറിച്ച് പറയാൻ? തീർച്ചയായിട്ടും എൻ്റെ അടിസ്ഥാനപരമായ നിലപാട് ഒന്ന് തന്നെയാണ്. സത്യത്തിനും ശരിക്കും ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തുകൂടെ? ഒപ്പമാണ്. NDA, LDF, UDF എന്നതല്ല അവിടുത്തെ മെയിൻ പ്രശ്നം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം NDAയുടെ കൂടെയാണ്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ക്രാന്തദർശികനായ ടെക്നോക്രാറ്റായ ഒരു ബിസിനസ്സുകാരനെ അയാളുടെ ബുദ്ധിയും കഴിവും ഒക്കെ തന്നെ ഈ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയോഗിച്ച് ഒരു നാടിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അപ്പുറത്ത് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ പിടിച്ചിട്ട് മതേതരത്വം പറയുന്നു,
അല്ലെങ്കിൽ ഇന്നലകളിൽ അവർക്കൊപ്പം പോയിരുന്നതിന് ശേഷം മതേതരത്വം പറയുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ ആയാലും എനിക്ക് അത്ര വിശ്വാസമില്ല കേട്ടോ. ആക്ച്വലി നിലപാടില്ലാത്തത് അവർക്കാണ്. ഞാൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കത്തില്ല. അത് മാത്രമായിരിക്കും തൃക്കാക്കര ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം. ഇതെങ്ങനെ കേറിയതല്ല എന്നെ കേറ്റിയതാ. ഇനി അങ്ങനെ ഞാൻ ഒരാളെ പറ്റിച്ചെന്ന് തോന്നിയാൽ ഞാനിനി ജയിച്ചൊരു MLA ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ പിടിച്ചു നിർത്തി ചോദിക്കും, ഒരു അടി അടിക്കുന്നെങ്കിൽ അടിച്ചോ. ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും. കാരണം എന്താണ്, എന്തിനാണ് ജനത്തെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യൂ. ദയവ് ചെയ്ത് നമ്മൾ ആരെയും പറ്റിക്കാതിരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വരട്ടെ.